ഒരു മറുപടി തിരിച്ചടി നൽകണമെങ്കിൽ അതിനാർക്കാ സാധിക്കുക? കേരള രാഷ്ട്രീയത്തിൽ അത് വളരെ സുവ്യക്തമാണ്. LDFിനെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായ നീക്കം നടത്തുന്ന ജനപിന്തുണയുള്ള ഒരു മുന്നണിയാണ് UDF. അത് നമ്മൾ കണ്ടു. എവിടെയൊക്കെ? പുതുപ്പള്ളിയിൽ കണ്ടു, തൃക്കാക്കര കണ്ടു, പാലക്കാട്ട് കണ്ടു, വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടു, കേരളത്തിലെ പാർലമെന്റ് ഇലക്ഷനിൽ കണ്ടു. ഇപ്പോൾ ഇതാ നിലമ്പൂരും കാണാൻ പോവുകയാണ്. ആ യാഥാർത്ഥ്യം ആർക്കാണ് മനസ്സിലാവാത്തത്? LDFിൻ്റെ തെറ്റായ നയങ്ങൾ, അഴിമതി, പോലീസിനെ ദുരുപയോഗം ചെയ്യുന്നത്, കർഷക ദ്രോഹം, വന്യമൃഗ ശല്യത്തിന് പരിഹാരമുണ്ടാക്കാത്തത്, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഇതൊക്കെയാണ് ജനങ്ങളുടെ മുൻപിൽ UDF ഉന്നയിക്കുന്നത്. അതിനോടാണ്, ആ നയത്തോടാണ് ഒന്നാമതായി യോജിക്കേണ്ടത്. UDFിൻ്റെ നയങ്ങൾ, നിയമസഭയ്ക്കകത്ത് നടത്തിയ പോരാട്ടം, പുറത്ത് നടത്തിയ സമരങ്ങൾ, യുവജന വിദ്യാർത്ഥി സമരങ്ങൾ, അതിനോട് യോജിക്കുന്ന ഒരു സമീപനമാണ് ആദ്യം എടുക്കേണ്ടത്. ഇതിൽ വ്യക്തിഗതമാക്കി ഈ വിഷയങ്ങളെ ഒരു കാരണവശാലും മാറ്റരുത്. സ്ഥാനാർത്ഥിയെ UDF കോൺഗ്രസ് നേതൃത്വമാണ് പ്രഖ്യാപിക്കേണ്ടത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി നേരിട്ട് യോഗം ചേരാൻ സാധിച്ചില്ല. ഞാനും പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തി. മുൻ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തി. ഒറ്റ പേരിൽ ഞങ്ങളെത്തി. അത് ACC പരിഗണിച്ച് പരിശോധിച്ച് അത് പ്രഖ്യാപിച്ചാൽ പിന്നെ UDFിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും പാർട്ടിയും അതിനോട് പരസ്യമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും? ആ ചോദ്യത്തിന് അൻവർ കൃത്യമായും വ്യക്തമായും ഉത്തരം പറയണം. പിന്നെ കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ ആലോചിച്ച് തന്നെയാണ്, UDF നേതൃത്വം ആലോചിച്ച് തന്നെയാണ്, വളരെ പക്വമായ നിലപാട് തന്നെയാണ്, ഉചിതമായ നിലപാട് തന്നെയാണ്, യുക്തമായ നിലപാട് തന്നെയാണ്. ഞങ്ങൾ എല്ലാവരും ഇന്നലെ പ്രതിപക്ഷ നേതാവും വർക്കിംഗ് പ്രസിഡന്റുമാർ 2 പേരും, കുഞ്ഞാലിക്കുട്ടി സാഹിബും PMA സലാം ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരും എല്ലാവരും ആശയവിനിമയം നടത്തി. ACC നേതൃത്വവുമായിട്ടും ആശയവിനിമയം നടത്തിക്കൊണ്ട്, സ്ഥലത്തില്ലാതിരുന്ന ആളുകളുമായിട്ടും ഫോണിൽ ആശയവിനിമയം നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇലക്ഷൻ്റെ മുന്നൊരുക്കങ്ങളും നയ പ്രവർത്തന പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിനോട് യോജിക്കാൻ അൻവറിന് കഴിയണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഞാൻ മുഴുവൻ ഉത്തരവില്ല. ദിസ് ഈസ് മൈ സജഷൻ. KC വേണുഗോപാൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ മുതിർന്ന നേതാവാണ്. AICCയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയാണ്. കേരളവുമായിട്ട് വലിയ ഹൃദയബന്ധമുള്ള നേതാവാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ഞങ്ങൾക്ക് നിർദ്ദേശം നൽകാനും പ്രാപ്തനാണ്. ഈ അൻവർ പറയുന്നത്, അതായത് കാല് പിടിക്കുമ്പോൾ മുഖത്ത് അടിക്കുന്ന സമീപനമാണ്, തൊഴിക്കുന്ന സമീപനമാണ് UDF സ്വീകരിച്ചതെന്നാണ്. ജനങ്ങൾ വിലയിരുത്തട്ടെ. ഒരു വ്യക്തിയെ ആരും ഇൻഡിവിജ്വലി ആരും ഇല്ല. എല്ലാവരും I am not answering to every point raised by Mr. Anwar. I am not answering. അൻവറിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ 2 അഭിപ്രായമുണ്ട്. Thank you.